Hi everyone, A Tale of Two Birds ഇത് നമ്മുടെ ക്ലാസ് 6 ഇംഗ്ലീഷ് സപ്ലിമെന്ററി റീഡറിലെ ചാപ്റ്റർ നമ്പർ 1 ആണ്. സോ ഈ ലെസൺ എന്ന് പറയുന്നത് ഒരു മദർ ബേർഡ് ഉണ്ട്, അതുപോലെ തന്നെ ടു യങ് വൺസും ഉണ്ട്. അപ്പോൾ ആ മദർ വാസ് കിൽഡ് ഇൻ എ സ്റ്റോം ആൻഡ് ദ യങ് ബേർഡ്സ് വർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. സോ ഈച്ച് ഫൗണ്ട് ഡിഫറെന്റ് ഹോം. അതാണ് ഈ ഒരു കഥയുടെ സമ്മറി. സോ രണ്ടുപേർക്കും രണ്ട് ഹോം കിട്ടി. അപ്പൊ രണ്ടുപേരും ഏതൊക്കെ ഹോമുകളിലായിരിക്കും, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. There once lived a bird and her two newborn babies in the forest. They had a nest in a tall, shady tree, and there are the mother birds took care of her little ones day and night. സോ ഒരു മദർ ബേർഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ രണ്ട് ട്യൂ ബോൺ ബേബീസ് ഉണ്ടായിരുന്നു. അവരൊരു നെസ്റ്റിലാണ് താമസിച്ചത്, ഇൻ എ ടോൾ, അതുപോലെ തന്നെ നല്ല തണലുള്ള ഒരു മരത്തിൽ. സോ ഈ മദർ ബേർഡ് ആണ് അവരുടെ ലിറ്റിൽ വൺസിന് രാത്രിയും പകലും എന്നില്ലാതെ നോക്കി വളർത്തിയത്. One day there was a big storm. There was thunder, lightning, and rain, and the wind blew down many trees. The tall tree in which the bird lived also come down. A big heavy branch hit the nest and killed the bird. Fortunately for baby birds, the strong wind blew them away to the other side of the forest. One of them came down near a cave where a gang of robbers lived, and other landed outside the Rishi's ashram a little distance away. സോ ഒരു ദിവസം ഭയങ്കര കാറ്റും മഴയും ഇടിവെട്ടും ഒക്കെ ഉള്ള ഒരു ദിവസം നല്ല കാറ്റ് വീശിയപ്പോൾ എന്താ, വേറൊരു മരം വന്ന് വീണ് ഈ ടോൾ ട്രീ, ഇവർ താമസിച്ചുകൊണ്ടിരുന്ന മരമൊക്കെ വീണ്. സോ എന്ത് പറ്റി, ഒരു മരം വന്ന് വീണിട്ട് നമ്മുടെ മീൻസ് മദർ ബേർഡ് മരിച്ചുപോയി. അതുപോലെ തന്നെ നമ്മുടെ ബേബി ബേർഡ്സിനൊന്നും പറ്റില്ല. അവർ രണ്ടും കാടിന്റെ രണ്ട് സൈഡിലോട്ടായിട്ട് കാറ്റിൽ പോയി. ഒരാൾ ചെന്ന് വീഴുന്നത് ഒരു കേവിന്റെ അടുത്ത്. അവിടെ ആരാണുള്ളത്? ഗാങ് ഓഫ് റോബേഴ്സ്. മറ്റേ ആൾ ചെന്ന് വീഴുന്നത് ഒരു ഋഷിയുടെ ആശ്രമത്തിലുമായിരുന്നു. ഓക്കെ, the days passed and the baby birds become big birds. അപ്പൊ ഈ baby birds വലിയ birds ആയിട്ട് മാറി. One day the king of the country came to the forest to hunt. He saw a deer and rode after it. It ran deep into the forest followed by the king. Soon the king lost his way and did not know where he was. So ഒരു ദിവസം കാട്ടിലെ രാജാവ്, മീൻസ് ലയൺ അല്ല, ആ രാജ്യത്തിന്റെ രാജാവുണ്ട്, ആ ഒരു ഫോറസ്റ്റ് ഹണ്ടിന് വേണ്ടിയിട്ട് വന്നു. അപ്പൊ ഒരു മാനെ കണ്ടു, അതിന്റെ പിന്നാലെ പോയി. സോ കിങ്ങിന് വഴി തെറ്റി, എവിടെയാണ് എത്തിയതെന്നുള്ളത് മനസ്സിലായില്ല. He rode on for a long time till he came to the other side of the forest. Very tired by now, he got off his horse and sat down under a tree that stood near a cave. Suddenly he heard a voice cry out, "Quick, hurry, there is someone under the tree. Come and take his dwellers and his house. Hurry, or else he will slip away." The king was amazed. He looked up and saw a big brown bird on the tree under he was sitting. He also heard a faint noise issuing from the cave. He quickly got into the horse and rode away as fast as he could. സോ നമ്മുടെ കിങ് തളർന്ന് ക്ഷീണിച്ചൊരു മരത്തിന്റെ അടിയിൽ വന്ന് ഇരുന്നു. അതൊരു കേവിന്റെ അടുത്തായിരുന്നു. ഈ കേവിലാണ് മറ്റേ ബേർഡും അതുപോലെ തന്നെ കുറെ റോബേഴ്സും താമസിച്ചുകൊണ്ടിരുന്നത്. സോ ക്യുക്ക് ഹറിയം, ഒരാള് നമ്മുടെ മരത്തിന്റെ അണ്ടറിൽ വന്നിരിപ്പുണ്ട്. അയാളുടെ കയ്യിൽ ജ്വല്ലറിയും ഹോൾസും ഒക്കെ ഉണ്ട് എന്ന് ഈ ബേർഡ് എന്താണ് കൊള്ളക്കാരെ വിളിച്ച് പറയാനാണ്. സോ കിങ്ങിന് അതൊരു അത്ഭുതമായി മാറി. നോക്കിയപ്പോ എന്തൊരു വലിയ ബ്രൗൺ ബേർഡാണ് ഈ മരത്തിന്റെ പൊക്കത്തിരുന്ന് ഇവരെയൊക്കെ വിളിച്ചു വരുന്നത്. സോ കിങ് എന്ത് ചെയ്ത് ഹോഴ്സിന്റെ പൊക്കത്ത് വേഗം കയറി എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു. Soon he came to a clearing which looked like an ashram. It was like a rishi's ashram. The king tied his horse to a tree and sat down in its shade. Suddenly he heard a gentle voice announce, "Welcome to ashram, sir. Please go inside and rest. The rishi will be back soon. Here's some cold water in the pot. Please make yourself comfortable." The king looked up and saw a brown bird in the tree. He was amazed. This one was the other bird outside the cave. He said to himself loudly, "You are right, sir," answered the bird. "He is my brother, but he made friends with robbers. Now he talks as they do. He doesn't talk to me anymore." Just then the rishi entered the ashram. സോ കിങ് എന്ത് ചെയ്ത് നമ്മുടെ ആ കേവിന്റെ അടുത്തുനിന്ന് പോയിട്ട് ഒരു ആശ്രമത്തിന്റെ അടുത്ത് ചെന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു. അപ്പോഴേക്കും ഋഷി എന്താണ്, അതൊരു ഋഷിയുടെ ആശ്രമമായിരുന്നു. അതുപോലെ തന്നെ കിങ് അവിടെ ഹോഴ്സിനെ ടൈ ചെയ്ത് അവിടെ ഒരു ഷെയ്ഡിന്റെ അണ്ടറിൽ ഇരുന്നു. സോ ആ ഒരു ടൈമിൽ സഡൻലി പെട്ടെന്ന് ഒരു ഒച്ച കേട്ടു, മീൻസ് വെൽക്കം ടു ദ ആശ്രം
പ്ലീസ് ഗോ എന്താണ് റെസ്റ്റ് ചെയ്യൂ. അതുപോലെ തന്നെ കോൾഡ് വാട്ടർ പോട്ടിലകത്തുണ്ട്, താങ്കൾ തന്നെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. അപ്പൊ കിങ് നോക്കിയപ്പോ എന്താ സെയിം ഗുഹയുടെ പുറത്ത് കണ്ട സെയിം ബേർഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ അത് കിങ് ഒച്ചത്തിൽ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഋഷിയുടെ ആശ്രമത്തിലുള്ള ബേർഡ് പറഞ്ഞു കറക്റ്റ് ആണ്, ബട്ട് അതെന്റെ ബ്രദറാണ്, അവൻ എന്താണ് റോബേഴ്സ് ആണ് അവരുടെ ഫ്രണ്ട്സ്. സോ അവൻ അതുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിക്കില്ല, അവര് പറയുന്നതേ അവൻ കേൾക്കുള്ളൂ. ആ ഒരു ടൈമില് നമ്മുടെ ഋഷി അങ്ങോട്ട് വരാണ്. വെൽക്കം സർ, ഹി said to the king. Please come inside and make yourself at home. You look tired. Rest for a while, then you can share my food. So welcome ചെയ്തു ഋഷിനെ വെൽക്കം ചെയ്തു, സോറി കിങ്ങിനെ വെൽക്കം ചെയ്തു ഋഷി. അതുപോലെ തന്നെ അകത്തോട്ട് വരും, അകത്തിരുന്ന് റെസ്റ്റ് എടുക്കൂ, താങ്കൾക്ക് നല്ല ക്ഷീണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എന്റെ ഫുഡ് കഴിക്കാം. The king told the rishi the story of two birds and how each one behaved differently as they looked like so alike. The forest is full of surprise, he said. സോ കിങ് ഋഷിയുടെ അടുത്ത് പറയുന്നത് രണ്ടുപേരും ഒരുപോലെ തന്നെ ഇരിക്കുന്നു, പക്ഷെ എന്താണ് രണ്ടുപേരും ബിഹേവ് ചെയ്യുന്നത് ഡിഫറെന്റ് ആലേ. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഫുൾ ഓഫ് സർപ്രൈസസ് ആണ് എന്നുള്ളത് പറയാണ്. Only man smiled and said, after all, one is known by the company one keeps. The bird has always heard about the talk of robbers. He intimates them and talk about robbing people. This one has repeated what he has always heard. He welcomed people to the ashram. Now come inside and rest. I will tell you more about this place and these birds. So നമ്മുടെ ഋഷി പറഞ്ഞു എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, ഒരാളുടെ കമ്പനി ആരൊക്കെ വെച്ചിട്ടാണ് ഒരാൾ കമ്പനി കീപ്പ് ചെയ്യുന്നത്. സോ ഈ ഒരു ബേർഡ് കേൾക്കുന്ന റോബേഴ്സിന്റെ അടുത്ത് നിന്ന് ആളുകളെ കൊള്ളയടിക്കണം എന്നൊക്കെയല്ലേ കേൾക്കുന്നത്. അപ്പൊ എന്താണ് ആ ഒരു ബിഹേവിയർ ആയിരിക്കും ആ ഒരു ബേർഡ് കീപ്പ് ചെയ്യുക. സോ നമ്മുടെ ഇവിടുത്തെ ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആശ്രമത്തിലുള്ള ബേർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വെൽക്കം ചെയ്യാനും റെസ്റ്റ് ചെയ്യാനും അങ്ങനത്തെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ബേർഡാണ്. സോ രണ്ടുപേരും രണ്ട് കമ്പനിയാണ് ഓഫ് ആളുകളായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. സോ രണ്ടുപേരുടെ ക്യാരക്ടറും ഡിഫറെന്റ് ആയിരിക്കും. സോ അതുപോലെ തന്നെ നമ്മൾ ഋഷി പറയാണ് കുറെ കാര്യങ്ങൾ ഈ സ്ഥലത്തിനെ പറ്റിയും അതുപോലെ ഈ ബേർഡ്സിനെ പറ്റിയും ഞാൻ പറഞ്ഞു തരാമെന്ന് കിങ്ങിനോട് പറയാണ്. ഓക്കെ, സോ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡിഡ് ദ ടു ബേബി ബേർഡ്സ് ഗെറ്റ് സെപ്പറേറ്റഡ്? എന്താണ് കാറ്റും മിനിയും മഴയൊക്കെ വന്നപ്പോഴാണ് സെപ്പറേറ്റഡ് ആയത്. വേർ ഡിഡ് ഈച്ച് ഫൈൻഡ് ഹോം? ഒരാള് ആശ്രമത്തിലും ഒരാള് വിത്ത് റോബേഴ്സ്. ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു നമ്മൾ വായിച്ച സെക്ഷനിൽ നിന്ന് തന്നെ എഴുതാം. വാട്ട് ഡിഡ് ദ ഫസ്റ്റ് ബേർഡ് സേ ടു ദ സ്ട്രേഞ്ചർ? സ്ട്രേഞ്ചർ മീൻസ് കിങ്ങിനോട്. എന്താണ്, കൊള്ളയടിക്കാൻ പോവുകയാണ്, വേഗം വരൂ, അങ്ങനെ അല്ലെ. സെക്കൻഡ് ബേർഡ് എന്താണ്, അയാളെ ഇൻവൈറ്റ് ചെയ്തു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, വെള്ളം കുടിക്കാൻ പറഞ്ഞു അല്ലെ. ഹൗ ഡിഡ് ദ ഋഷി എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് based on the company they keeps അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സം ഓഫ് ദ സ്റ്റോറി ബെസ്റ്റ്? എ ബേർഡ് ഇൻ ഹാൻഡ് ഇസ് വർത്ത് ടു ഇൻ ദ ബുഷ്. വൺ ഈസ് നോൺ ബൈ ദ കമ്പനി ഹു കീപ്സ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ നീഡ്. ഈ ഒരു സെക്കൻഡ് കോട്ടാണ് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായി. അത്യാവശ്യം നല്ലൊരു മോറൽ ഉള്ള സ്റ്റോറിയാണ്, നമ്മുടെ ലൈഫിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോറലാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. സോ താങ്ക് യു.